ഈ ലോകത്തിൻ്റെ ഭാവി എന്തായിരിക്കും? ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ആരെങ്കിലുമുണ്ടോ? ഈ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന വിവരങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടും? ഈ വിവരങ്ങളിൽ നമുക്ക് വിശ്വസിക്കാനാവുമോ? ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് നൽകാൻ കഴിയുക? ദാനിയേൽ പ്രവചനം, വേദപുസ്തകത്തിലെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ലോക ചരിത്രത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. നെബൂഖദ്നേസർ രാജാവ്, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഒരു ബിംബമാണ്. തല സ്വർണം, കൈകൾ നെഞ്ചും വെള്ളി, പിന്നീട് താമ്രം, തുട ഇരുമ്പ്, പാദം പാതി കളിമണ്ണും പാതി ഇരുമ്പും ചേർന്നത്. അതിൻ്റെ മുന്നിലേക്ക് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ ഇടിക്കുന്നു. ബിംബം പരിപൂർണമായി തകർന്നു പോകുന്നു. കൈ തൊടാത്ത കല്ല് മഹാപർവ്വതമായി മാറുന്നു. സ്വർണം കൊണ്ടുണ്ടാക്കിയ തല ബാബിലോണിയൻ സാമ്രാജ്യവും നെബൂഖദ്നേസർ രാജാവുമാണ്. അതിനുശേഷം വന്നത് മേദ്യോ പേർഷ്യയാണ്. പിന്നീടുണ്ടായത് യവന സാമ്രാജ്യമാണ്. പിന്നീടുണ്ടായത് റോമാ സാമ്രാജ്യമാണ്. റോമാ സാമ്രാജ്യം 2 പാതി കളിമണ്ണും പാതി ഇരുമ്പുമായി കണ്ട പാദത്തിൻ്റെ അർത്ഥം റോമാ സാമ്രാജ്യം 10ആയി വിഭജിക്കുന്നതിനെക്കുറിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ചരിത്രത്തിലുടനീളം യൂറോപ്പിനെ ഒന്നിപ്പിക്കാൻ പലരും ശ്രമിച്ചു. ഈ 10ആയി വിഭജിക്കപ്പെട്ട രാജ്യങ്ങൾ. ദാനിയേൽ 2:43 ഇങ്ങനെ പറയുന്നു: ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താൽപ്പര്യമോ, അവർ മനുഷ്യബീജത്താൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. അവർ മനുഷ്യബീജത്താൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല എന്നെഴുതിയിരിക്കുന്നു. ചരിത്രത്തിൽ ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ ഈ 10 രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടന്നതായി നമുക്ക് അറിയാം. നെപ്പോളിയൻ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വേർപിരിഞ്ഞ് ആസ്ട്രിയയിലെ ലൂസിയനെ വിവാഹം കഴിച്ചു. അങ്ങനെ ആ രാജ്യവുമായിട്ടുള്ള ബന്ധം സുരക്ഷിതമാക്കി. യൂറോപ്പ് മുഴുവൻ വിവാഹ ബന്ധത്തിലൂടെ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ മക്കളെ പരസ്പരം വിവാഹം കഴിപ്പിച്ച് അതൊരു ഏക ഛത്രാധിപത്യം, ഏക കുടുംബാധിപത്യത്തിലേക്ക് മാറ്റാനായിരുന്നു അവർ ശ്രമിച്ചത്. നെപ്പോളിയൻ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. അവർ മനുഷ്യബീജത്താൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും ചേരാത്തതുപോലെ അവർ തമ്മിൽ ചേരുകയില്ല. പരസ്പര വിവാഹബന്ധം കൂടാതെ യുദ്ധവും കലഹവും ഒഴിവാക്കാനാവില്ല എന്നവർ വിചാരിച്ചു. ചാൾസ് അഞ്ചാമൻ അദ്ദേഹം പരിശ്രമിച്ചു, അദ്ദേഹവും പരാജയപ്പെട്ടു. നെപ്പോളിയൻ തൻ്റെ വാർത്താപത്രികയിൽ യൂറോപ്പിനെ ഒന്നിപ്പിക്കുന്നതിനെ പറ്റിയുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഒരു യൂറോപ്പ് ഉണ്ടാകും, ഒരു കറൻസി ഉണ്ടാകും, ഒരു ഭാഷ, യൂറോപ്പ് മുഴുവൻ ഒരു സർക്കാരുമുണ്ടാകും. അങ്ങനെയാണ് എഴുതിയത്. എന്നാൽ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടപ്പോൾ 1815 അദ്ദേഹം പറഞ്ഞു, ജൂൺ മാസത്തിൽ അദ്ദേഹം പറഞ്ഞു, സർവശക്തനായ ദൈവം എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം പരിശ്രമിച്ചിട്ട് യൂറോപ്പിനെ ഒന്നിക്കാൻ കഴിയില്ല, യൂറോപ്പിനെ ഒന്നിപ്പിക്കാൻ കഴിയില്ല എന്ന് ദൈവം പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുരാതന പ്രവചനത്തിൻ്റെ പ്രതിധ്വനികൾ നമ്മുടെ നാളുകളിൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. ബൈബിൾ കൃത്യതയുള്ളതാണ്. അതിൻ്റെ പ്രവചനങ്ങൾ കൃത്യമായി നിറവേറിയിട്ടുണ്ട്. ഇനിയും നടക്കാനുള്ള പ്രവചനങ്ങൾ വളരെ കൃത്യമായി നിറവേറുക തന്നെ ചെയ്യും. ഏത് ദീർഘകാലത്തേക്കും യൂറോപ്പിനെ ഒന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബൈബിൾ പ്രവചനത്തിലെ ഈ വാക്കുകളെ നേരിട്ടേ മതിയാകൂ: അവർ തമ്മിൽ ചേരുകയില്ല. ഈ പ്രവചനം സത്യമാണ്. യൂറോപ്പ് വിഭജിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളിലൂടെ ഇത് ഇപ്പോഴും വിഭജിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ചാൾസ് അഞ്ചാമൻ, ചാർലി മെയിൻ, നെപ്പോളിയൻ, ഹിറ്റ്ലർ
എല്ലാവരും ലോക നേതാക്കന്മാർ തന്നെയായിരുന്നു. പക്ഷേ യൂറോപ്പിൻ്റെ ഏകീകരണത്തിൽ അവരെല്ലാവരും പരാജയപ്പെട്ടു, ദാനിയേൽ പ്രവചനം പോലെ. ഇപ്പോൾ യൂറോ എന്ന് പറയുന്ന ഒറ്റ നാണയവും മറ്റു പല കാര്യങ്ങളും അവർ ശ്രമിച്ചു. നമ്മുടെ കൺമുട്ടത്ത് പോലും യൂറോപ്പിനെ ഏകീകരിക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ യൂറോപ്പിനെ കൂട്ടിച്ചേർക്കാനുള്ള അവസാനത്തെ ശ്രമത്തെക്കുറിച്ചും ബൈബിൾ പറയുകയാണ്. വെളിപ്പാട് 17-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിനെ ഒന്നിച്ചു ചേർക്കാനുള്ള ഒരു ഭാവി കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ഈ പ്രവചനത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ്. അതായത് ദാനിയേൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഈ യൂറോപ്പിനെ ഒന്നിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തെ കാണാം. അത് മൃഗത്തോട് ഒന്നിച്ച് 1 മണിക്കൂർ നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം സ്ഥാപിക്കും. അതായത് യേശു വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ കാലത്തേക്ക് യൂറോപ്പിലും ലോകത്തിലെ മറ്റു രാജ്യങ്ങളും ചേർന്ന് ഒരു മതരാഷ്ട്ര കൂട്ടായ്മയായി ഉണ്ടാക്കും. വെളിപ്പാട് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത്. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. 1 മണിക്കൂറോളം ചെറിയ കാലഘട്ടത്തിലേക്ക് യൂറോപ്പ് ഒന്നിച്ചു വരുന്നത് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരിക്കും. യൂറോപ്പിനെ ഒന്നിക്കാൻ ഇപ്പോഴും നീക്കങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ സാധിപ്പിക്കുന്നില്ല. യൂറോപ്പിൻ്റെ ഒരു പൊതുവിപണി ഉണ്ടാക്കാനുള്ള ശ്രമം, പല ശബ്ദങ്ങളും ഒരു ജനതയും എന്നാണ് യൂറോപ്പിനെക്കുറിച്ച് ഒരു ആശയത്തിൻ്റെ ഫലമായിട്ടാണ് യൂറോ എന്ന പൊതു കറൻസി ഉണ്ടായത്. ഒരു വലിയ സംവിധാനത്തിൻ്റെ കീഴിൽ മൃഗശക്തിക്ക് വേണ്ടി അധികാരമുണ്ടാക്കാൻ മതപരമായും രാഷ്ട്രീയപരമായും ജനങ്ങളെ ഒരുമിപ്പിക്കുമെന്ന് വേദപുസ്തകം പറയുകയാണ്. ഇവർ ഏക മനസ്സോടെ മൃഗത്തിന് അധികാരവും ശക്തിയും നൽകുകയും ചെയ്യുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും, കുഞ്ഞാടിനോട് ജയം കൊള്ളും എന്ന് പറയുന്നു. ഈ ഭൂമിയിൽ ഒരു രാജ്യത്തെക്കുറിച്ച് നമുക്ക് താല്പര്യമില്ല. കാരണം യേശു നമുക്ക് നൽകിയ രാജ്യം സ്വർഗീയ രാജ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെളിപ്പാട് 17-ൽ കർത്താവും രാജാതി രാജാവുമായി യേശു വരും. അതുകൊണ്ട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായിരിക്കും ആ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുക. നോക്കൂ, ചരിത്രം ദാനിയേൽ പ്രവചനത്തിൻ്റെ ഒരധ്യായത്തിൽ ഒരു രേഖരൂപ പോലെ ലോകത്തിൻ്റെ ഭാവി എഴുതപ്പെട്ടിരിക്കുകയാണ്. ഈ ഗ്രഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ക്രമരാഹിത്യത്തോടെയുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവചനം കൃത്യമാണ്. ഈ നിമിഷത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും വേദപുസ്തകം നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു. രാജാക്കന്മാരുടെ രാജാവായ കർത്താവായ യേശുക്രിസ്തു ഉടൻ വരും എന്നതിൻ്റെ അടയാളമാണ്. പാതി ഇരുമ്പും പാതി കളിമണ്ണും ചേർന്ന കാലിൻ്റെയും കാൽപ്പാടുകളുടെയും തകരാൻ വെമ്പി നിൽക്കുന്ന ഒരു ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, യഥാർത്ഥത്തിൽ 1-ാം ലോക മഹായുദ്ധത്തിനെയും 2-ാം ലോക മഹായുദ്ധത്തിനെയും കുടുംബ വഴക്കെന്നാണ് പറഞ്ഞിരുന്നത്. രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വിവാഹം കഴിച്ചതുകൊണ്ട് പരസ്പരം ബന്ധുക്കളായിരുന്നു. അവരാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പറയുന്നത് അവർ മനുഷ്യബീജത്താൽ ഇടകലരുമെങ്കിലും അവർ തമ്മിൽ ചേരുകയില്ല എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവചനത്തിലെ ബിംബവും വെളിപ്പാടിലെ പ്രവചനങ്ങളും ഒരു പുതിയ സമയ ബിന്ദുവിലേക്ക് നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. സ്വപ്നം അവിടെ അവസാനിച്ചില്ല. നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം അവിടെ അവസാനിച്ചില്ല. 2:34 സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മനുഷ്യൻ പണിതതല്ല, അത് മാനുഷികമായി രൂപപ്പെടുത്തിയതല്ല, അത് ദൈവത്താൽ രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് എന്ന് പറയുന്നത്. ബിംബത്തെ തകർത്ത് കളയുന്ന പാറ, ആ കല്ല് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? യുഗങ്ങളുടെ പാറ ആകുന്ന യേശു ക്രിസ്തു, നമുക്ക് വേണ്ടി പിളർന്ന പാറയാം ക്രിസ്തു. ആ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും വീണു പോവുകയും ചെയ്യുന്ന ഭൗമിക രാജ്യങ്ങളിൽ നിന്ന്, ഒരു വിശ്വാസ്യതയുമില്ലാത്ത ഈ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് നൽകുകയാണ്. ഒരിക്കലും വീണു പോകാത്ത ദൈവരാജ്യം അവൻ സ്ഥാപിക്കുകയാണ്.
ഈ രാജ്യത്വങ്ങളൊക്കെയും തകർന്ന് തരിപ്പണമാകും. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. ആ രാജ്യത്വം വേറൊരു ജാതിയിലും ഏൽപ്പിക്കപ്പെടുകയില്ല. ആ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുക തന്നെ ചെയ്യും. വഴിയിൽ നമുക്ക് പ്രത്യാശയുണ്ട്. ഇന്ന് നമ്മൾ വിചാരിക്കുന്നു ഈ ലോകത്തിന് പ്രത്യാശയില്ല എന്ന്. പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന, മത്സരിച്ചു കൊണ്ടിരിക്കുന്ന, യുദ്ധവും യുദ്ധശ്രുതികളും കേൾക്കുന്ന ഈ മത്സര ലോകത്തിൽ നമുക്കൊരു ഭാവിയുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. നമ്മളെല്ലാവരും ജീവിച്ച് ഒടുങ്ങിപ്പോവുകയോ നമ്മൾ ജീവിച്ചവസാനിക്കുകയോ ചെയ്യും എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുകയാണ്. ഈ ലോകം അങ്ങനെ നശിച്ചു പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ വേദപുസ്തകം നമുക്ക് പ്രത്യാശ നൽകുന്നു. അക്രമവും അനീതിയും യുദ്ധവും മുറവിളിയും ഒന്നുമില്ലാത്ത ഒരു രാജ്യം കർത്താവ് നമുക്ക് വേണ്ടി സ്ഥാപിക്കും. ഈ വഴിയാത്രയിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ വഴിയാത്രയിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. അത് യേശുക്രിസ്തു നൽകുന്ന പ്രത്യാശയാണ്. അവൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ അമാനുഷിക രാജ്യം വന്ന് ഈ ലോകരാജ്യങ്ങളെ തകർക്കും. വെളിപ്പാട് 11:5. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായതായി പറയുന്നു. ബാബിലോൺ ഉയരുകയും തകർന്നു വീഴുകയും ചെയ്യും. എന്നാൽ യേശു എന്നേക്കും വാഴും. മേദ്യരും പേർഷ്യരും ഉയരുകയും താണുപോകുകയും ചെയ്യും. എന്നാൽ യേശു എന്നേക്കുമായി നിലനിൽക്കും. ഗ്രീക്ക് ഉയർന്ന് വളർന്ന് തകർന്നു പോയി. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. റോമ ഉയർന്ന് ഭരിച്ച് കീഴ്പ്പെടുത്തി തകർത്ത് എറിഞ്ഞു പോയി. പക്ഷേ ഇന്ന് അതും തകർന്നു വീഴുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. വിപണികൾ ഉയരുകയും തകരുകയും ചെയ്യും. എല്ലാ സമ്പത്തും സമൃദ്ധികളും ശൃംഖലകളും തകർന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യങ്ങൾ എന്നേക്കും നിലനിൽക്കും. അത് സമാധാനവും സുരക്ഷിതത്വവും നൽകും. മനുഷ്യ മനസ്സുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ രാജ്യമായിരിക്കും ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം അത് യുദ്ധഭീതി, ദാരിദ്ര്യം, വിനാശകരമായ രോഗങ്ങൾ എന്നിവ ഒന്നും ഇല്ലാത്തതായിരിക്കും. അവിടെ അനീതി ഉണ്ടായിരിക്കില്ല. സ്നേഹം ആയിരിക്കും ആ രാജ്യത്തിൻ്റെ നിയമം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സുസ്ഥിരമായ ഒരു സമൂഹം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. ഭയമല്ല, പ്രത്യാശയിൽ വിരിയുന്ന ഭാവി നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവം അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നുവോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആ ശബ്ദം എന്താണെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വരുന്ന ആ സമയം ദൈവം എന്നെയും നിങ്ങളെയും ആ രാജ്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. ദൈവം ആ രാജ്യത്ത് നമ്മളെ കൊണ്ടുപോകാൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതാണ് യോഹന്നാൻ 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആളുകളുടെ ശൂന്യമായ കണ്ണിൽ ദൈവത്തിൻ്റെ പ്രത്യാശ ഉയരുകയാണ്. ചോദ്യം നിലനിൽക്കുകയാണ്, മതി. ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മത്സരങ്ങളും മതി. മരണം മതി. മാനഭംഗങ്ങൾ മതി. വേണ്ടത്ര ജീവനുകൾ പ്രത്യാശയില്ലാതെ മൺമറഞ്ഞു പോയിരിക്കുന്നു. മതി. രോഗവും പകർച്ചവ്യാധിയും മതി. ഇനിയും ഒരു ദിവസം അവൻ വരും. ഒരു ദിവസം ആകാശത്തിൻ്റെ ഇടനാഴിയിൽ പ്രത്യക്ഷപ്പെടും. ഒരു ദിവസം അവൻ എല്ലാ ഗ്രഹങ്ങളെയും മറക്കും. ഒരു ദിവസം ഭൂമി കുലുങ്ങും. ഒരു ദിവസം മുകളിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവനെ നമ്മൾ കാണും. ഇവനത്രേ നമ്മുടെ ദൈവം. ഇവനായിട്ടല്ലോ നാം കാത്തിരുന്നത്. അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് നമ്മൾ പറയും. ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തു വരും. നാം ആകാശത്തേക്ക് എടുക്കപ്പെടും.
അത് നമ്മുടെ ആത്യന്തികമായ ബഹിരാകാശ യാത്രയായിരിക്കും. ഒരു ദിവസം ആകാശത്തിനപ്പുറം വെച്ച് നാം അവനെ കാണും. മേഘങ്ങളിൽ നമ്മൾ എടുക്കപ്പെടും, അവനോട് കൂടെ നിത്യമായി വാഴുകയും ചെയ്യും. ആ മഹാസംഭവത്തിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രിയമുള്ളവരെ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് ലോകത്തിൻ്റെ അവസാനത്തെ പ്രതീക്ഷ. ഈ നാളുകളിൽ നമുക്ക് ചുറ്റും നമ്മൾ കണ്ണോടിച്ചു നോക്കുക. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം പ്രതിസന്ധികളാണ്. ജാതി ജാതിയോടും മതങ്ങൾ മതത്തോടും രാഷ്ട്രം രാഷ്ട്രങ്ങളോടും മത്സരിക്കുന്നു. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെയായി ഉണ്ടാകുന്നു. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം എല്ലായിടത്തും എത്തിച്ചേരുമ്പോൾ അവസാനം വരും. ലോകത്തിൻ്റെ ഭാവി കർത്താവായ യേശുക്രിസ്തു കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. നെബൂഖദ്നേസർ രാജാവിലൂടെ, ദാനിയേൽ പ്രവചനത്തിലൂടെ. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ഭാവി എന്തായിത്തീരുമെന്ന് ആശങ്കപ്പെടുന്നുണ്ടോ? നാളെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്ന ഇതാണ്. നോക്കൂ, ലോകത്തിൻ്റെ ചരിത്രത്തെ ഞാൻ എത്രയോ കാലം മുമ്പ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. വെളിപ്പെടുത്തി തന്നിരിക്കുന്നവയെല്ലാം നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. വെളിപ്പെടുത്താത്തതെല്ലാം ദൈവത്തിനുള്ളതാണ്. നമുക്ക് ഇത് വെളിപ്പെടുത്തി തന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രതിസന്ധി കാലത്ത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഈ കാര്യം നമ്മൾ മുൻകൂട്ടി അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാലത്തിൻ്റെ പ്രതിസന്ധിക്ക് മുമ്പിൽ പതറിപ്പോകും, തകർന്നു പോകും. എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ഇതികർത്തവ്യതാമൂഢരായി പോകും. ഒരുപക്ഷെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മൾ ഭയം കൂടാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ, തകർന്നു പോകാതെ, നമ്മളെ തന്നെ ദണ്ഡിപ്പിക്കാതെ, നമ്മളെ തന്നെ തുച്ഛീകരിക്കാതെ, നമ്മൾ ഈ പ്രതിസന്ധി കാലത്തിലും പ്രത്യാശയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കും. കാരണം കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു വലിയ രാജ്യമുണ്ടാക്കാൻ പോകുകയാണ്. നെബൂഖദ്നേസറിന് ശേഷം മേദ്യോ പേർഷ്യ, മേദ്യോ പേർഷ്യയ്ക്ക് ശേഷം യവന സാമ്രാജ്യം, യവന സാമ്രാജ്യത്തിന് ശേഷം റോമ സാമ്രാജ്യം, റോമ സാമ്രാജ്യത്തിന് ശേഷം 10 വിഭജിക്കപ്പെട്ട രാജ്യം. ഈ 10 വിഭജിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. യൂറോപ്പ് 10 രാഷ്ട്രങ്ങളായി നിലനിൽക്കുന്ന ഈ കാലഘട്ടം, ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെയുള്ള ഈ 10 രാജ്യങ്ങളുടെ കാലഘട്ടത്തിലാണ് ആകാശത്ത് നിന്ന് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ലോകമാകുന്ന ഈ ബിംബത്തിൻ്റെ കളിമണ്ണും പാതി ഇരുമ്പും ചേർന്ന പാദത്തിലിടിച്ച് കാറ്റ് പാറ്റുന്നത് പോലെ തകർന്നു പോകുന്നത്. എന്നാൽ ആ പാറയാകുന്ന ക്രിസ്തു, കൈ തൊടാതെ പറഞ്ഞു വന്ന ആ കല്ല് വളർന്നൊരു മഹാപർവ്വതമായി മാറുകയും ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് ഈ 10 രാഷ്ട്രങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഏത് നിമിഷവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഉണ്ടാകാം. നാളും നാഴികയും ഇന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ വരുവാനുള്ളവൻ എത്രയും വേഗം വരും. നമ്മളുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ലോകത്ത് പല ആളുകളും നോക്കൂ, ലോകത്തിൻ്റെ ഭാവിയോർത്ത് ആശങ്കപ്പെട്ട് വിഷാദാവസ്ഥയിലേക്ക് പോകുന്നു. ചിലരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തകളായി മാറുന്നു, അഡിക്ഷന് വേണ്ടി മാറുന്നു. കുടുംബങ്ങൾ തകരുന്നു. മനുഷ്യന് സ്വസ്ഥതയും സമാധാനവുമില്ലാത്ത മനുഷ്യർ, പ്രത്യാശയില്ലാത്ത മനുഷ്യർ അക്രമകാരികളായി കാണുന്നു. അവർ സമാധാനവും സന്തോഷവും നിൽക്കാൻ വേണ്ടി പരസ്പരം കൊല്ലുകയും കൊലവിളിക്കുകയും ചെയ്യുകയാണ്. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ ഏറ്റുമുട്ടുന്ന സാമ്രാജ്യങ്ങൾ അതിൻ്റെ കാലഘട്ടത്തിൽ
പാറയാകുന്ന ക്രിസ്തു, ആ പാറ ക്രിസ്തുവാകുന്നു. അവൻ നമുക്ക് വേണ്ടി ഒരു രാജ്യമുണ്ടാക്കും. ആ രാജ്യത്തിൽ ഇന്നും കർത്താവിനോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. വേദപുസ്തക പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം വേദപുസ്തകവും മറ്റേതൊരു ഗ്രന്ഥം പോലെ ഒരു ഐതിഹ്യ ഗ്രന്ഥമാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, കാരണം അതിലെ പ്രവചനങ്ങൾ അക്ഷരം പ്രതി നിറവേറ്റപ്പെട്ടതാണ്. അതിലെ പ്രവചനങ്ങൾ നമ്മുടെ കൺമുന്നിലെ യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിൻ്റെ പാഠപുസ്തകത്തിൽ നമ്മൾ കണ്ട ചരിത്ര സംഭവങ്ങൾ ആദ്യം എഴുതിയത് വേദപുസ്തകത്തിൻ്റെ ഇതളുകളിലാണ്. അത് ദാനിയേൽ പ്രവാചകൻ്റെ വിരൽത്തുമ്പിലൂടെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇനിയും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വേദപുസ്തകം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളത് പഠിക്കുവാനും മനസ്സിലാക്കാനും അംഗീകരിക്കുവാനും മനസ്സുണ്ടെങ്കിൽ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ നമുക്കത് മനസ്സിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ സാധിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉള്ളതായി നമുക്ക് അനുഭവപ്പെടും. ഇല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ഈ ലോകത്തിൽ നമ്മൾ പരക്കം പായുകയാകും. എല്ലാവരും ജീവിക്കുന്നു, നമ്മളും ജീവിക്കുന്നു. ഈ നെട്ടോട്ടത്തിൽ നന്മയും സ്നേഹവും മൂല്യങ്ങളുമില്ലാത്ത മനുഷ്യരായി നമ്മൾ അധപ്പതിച്ചു പോകാതിരിക്കാൻ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷയുടെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. അവൻ വരിക തന്നെ ചെയ്യും. പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എത്ര മനോഹരമാണ് അങ്ങയുടെ ഭാവി രൂപപ്പെടുത്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. അതിനെ അംഗീകരിക്കുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ, അതിനെ യാഥാർത്ഥ്യമാണെന്ന് ചിന്തിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ലോകം അതിൻ്റെ വ്യവസ്ഥാപിതമായ വിശദീകരണങ്ങളിൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും കർത്താവേ, അങ്ങ് ഞങ്ങളെ നയിക്കുന്നത് കൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വഴി നടത്തിപ്പിനായി അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയിൽ നിന്ന് പഠിക്കുവാൻ, അങ്ങയിൽ ജീവിക്കുവാൻ, അങ്ങയുടെ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പകർന്നു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ തുടർച്ചയായി സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ അഡ്രസ്സിലോ എഴുതുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ ഇവിടെയായി കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.